ഹായ്, ഞാൻ ഡോക്ടർ ജയഗണേഷ്. ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നമ്മുടെ അടുത്ത് വന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുട്ടിക്ക് തലവേദന, ഛർദി, വയറ്റിളക്കം എന്നീ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്തതാണ്. അപ്പോൾ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ ക്ഷീണം. അപ്പോൾ അത് കാരണം ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ പോകാൻ പറ്റാതെ ആവുക, ലീവ് ആവുക, അങ്ങനെയൊക്കെ പാരൻസിന് ഭയങ്കര കംപ്ലയിൻറ്റ്സ്. അപ്പം കുട്ടീനെ പരിശോധിച്ച് നോക്കിയതിൽ പ്രശ്നമൊന്നും കണ്ടില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി, അതെല്ലാം നോർമലാണ്. എന്താണ് ഇതിൽ ഹിസ്റ്ററി ചോദിച്ചപ്പോൾ കിട്ടിയത്? ഈ കുട്ടിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് അക്കാഡമിക് സ്ട്രെസ് ഉണ്ട്. അതായത് പഠിത്തത്തിൽ കുറച്ച് പുറകോട്ടാണ്. അപ്പോൾ അത് കാരണം ഉള്ള കമ്പാരിസൺസ്, കുട്ടിക്ക് അത് കാരണമുള്ള സ്ട്രെസ്, ആങ്സൈറ്റി എല്ലാം ഈ രീതിയിൽ ബോഡി ഒരു സിംറ്റമാറ്റിക് ആയിട്ട് പുറത്ത് കാണിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പം മാർക്സ് വെച്ചിട്ടാണ് ഒരു കുട്ടീനെ കമ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അസസ് ചെയ്യുന്നത്. രണ്ടാമത് ആ കുട്ടി തന്നെ സ്വയമായിട്ട് അപ്പിയറൻസ് വെച്ച് പലപ്പോഴും കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ കുട്ടീൻ്റെ അത്ര മുടിയില്ല, എനിക്ക് അവൻ്റെ അത്ര ഭംഗിയില്ല, എനിക്ക് മസിൽ കുറവാണ്, എനിക്ക് പൊക്കം കുറവാണ്, എനിക്ക് വെയിറ്റ് കുറവാണ് എന്നിങ്ങനെയെല്ലാം അവരുടെ കാഴ്ചപ്പാട് വെച്ചിട്ട് അവർ തന്നെ കമ്പയർ ചെയ്യുന്നു. മൂന്നാമതായിട്ട് പാരൻസ് തന്നെ കമ്പയർ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, മറ്റേ ആളുടെ മോനെ കണ്ടില്ലേ, അവന് നിൻ്റെ അത്ര പോലും സൗകര്യങ്ങളില്ല, എന്നിട്ടും അവന് നിന്നെക്കാട്ടിലും മാർക്കുണ്ട്, നിനക്ക് എന്ത് കുറവാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞ് പാരൻസ് തന്നെ സ്ട്രെസ് കൊടുക്കുന്നു, പ്രഷറൈസ് ചെയ്യുന്നു. ഈവൻ സിബ്ലിങ്സ് തമ്മിൽ തന്നെ കമ്പാരിസൺ ഉണ്ടാകുന്നുണ്ട്. നിൻ്റെ ചേച്ചിയെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നിൻ്റെ ബ്രദറിനെ കണ്ടുപിടിക്കുക. പിന്നെ നാലാമതായിട്ട് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ്. അതിനകത്ത് തന്നെ ഒരു മിഥ്യയായ രീതിയിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് തന്നെ കുട്ടികൾ എനിക്ക് ഇതുപോലെ ആവാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ, എൻ്റെ അച്ഛനും അമ്മയും എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, എൻ്റെ വീടെന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ള രീതിയിലെല്ലാം കമ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയും സ്ട്രെസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നെഗ്ലക്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, അഥവാ പരിഗണിക്കാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഈ കുട്ടികളിൽ ആങ്സൈറ്റി ഡെവലപ്പ് ആവുന്നു. അത് ഡിപ്രഷനിലോട്ടും വരാം, പിന്നെ അങ്ങനെ സൂയിസൈഡിലോട്ടും വരാം. ഒരിക്കലും ഈ ചെറിയ ചെറിയ സ്ട്രെസ്, കുട്ടികളിൽ പറയുന്ന സ്ട്രെസ് പോലും ഒരിക്കലും കാണാതെ പോകരുത്. പാരൻസായിട്ട് നിങ്ങൾ ചോദിക്കുക, എന്താണ് നിൻ്റെ സ്കൂളിലെ വിശേഷങ്ങൾ. എപ്പോഴും ഒരു ഓപ്പൺ ആയിട്ടുള്ള കാതോടുകൂടി നിങ്ങൾ കുട്ടികളെ സമീപിക്കുക. പിന്നെ അവരിലെ ഉറക്കത്തിലെ മാറ്റങ്ങൾ, അവരുടെ ഭക്ഷണ രീതിയിലെ മാറ്റങ്ങൾ, സ്വഭാവത്തിലെ മാറ്റങ്ങൾ, അവരുടെ ഫ്രണ്ട്സ് സർക്കിളിലെ മാറ്റങ്ങൾ, ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് പോയി അന്വേഷിക്കുക, ടീച്ചേഴ്സിനോട് വിവരം അന്വേഷിക്കുക, ഫ്രണ്ട്സിൻ്റെ വിശേഷങ്ങൾ ചോദിക്കുക. ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്വഭാവത്തിൽ മാറ്റമുണ്ട്, അവരിൽ സ്ട്രെസ് കണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഓപ്പണായിട്ട് അവരോട് ഡിസ്കസ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾ തന്നെ മാക്സിമം സോൾവ് ചെയ്യാനായിട്ട് നോക്കുക. കഴിവില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് പീഡിയാട്രീഷ്യനെയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെയോ കാണാനായിട്ട് നിങ്ങൾ മടിക്കരുത്.